എൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ മേലെ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമാണ്. ഇപ്പോൾ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നില്ലേ? അതൊന്ന് മാറ്റിയിട്ട് ഒന്ന് മാറ്റിപ്പിടിക്കുക. നിങ്ങൾ നല്ല കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്തത്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്. ഒന്ന് മാറ്റിപ്പിടിക്കുക. ഒരു 50-60 വയസ്സുള്ളവർക്ക്, അത് സ്ത്രീ പുരുഷൻ ഭേദമന്യേ എല്ലാവർക്കും സൗജന്യ യാത്ര കൊടുക്കുക. കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നൊരു സംസാരമാണ്. നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രം ഈ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ലേ? അതിൽ നിങ്ങൾക്കൊന്ന് മാറ്റം വരുത്തി കൊടുത്തു. നിങ്ങൾ തിന്നുന്നത് ചോറല്ലേ? സാമാന്യ ബുദ്ധിയില്ല. ആ സാമാന്യ ബുദ്ധിയില്ല നിങ്ങൾക്കൊന്നും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിലൊന്ന് മാറ്റം വരുത്ത്. ഏട്ടാ, നിങ്ങളോട് അസൂയ കൊണ്ടോ ഒന്നും കൊണ്ട് പറയുന്നതല്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇപ്പം എല്ലാ KSRTC ബസ്സിൻ്റെ ബേക്കിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. എന്താണിത്? ഒരൊറ്റ നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്ക് അടക്കം കത്തിയിട്ടുണ്ടാവും. പറ്റിപ്പോയി ഇത് ആരും ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കണം. അതേപോലത്തെ എന്താ, പുരുഷന്മാർക്ക് കൊമ്പുണ്ടോ? നീയൊക്കെ പറയുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. വോട്ട് കിട്ടിയിട്ട് നല്ല ഞമ്മ തിന്നുന്ന സമയത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പോൾ കുറേ വോട്ട് കിട്ടുമല്ലോ. വോട്ട് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നീയൊക്കെ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നില്ലേ? എടാ, ഒന്ന് ചിന്തിക്ക്. നീയൊക്കെ ചോറാണ് തിന്നുന്നതെങ്കിലും ഒന്ന് ചിന്തിക്ക്. എത്രയോ വ്യക്തികളുണ്ടടാ, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, എത്രയോ വ്യക്തികളുണ്ട്. ഒരു 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയൊക്കെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കുക. അതിലൊരു ന്യായമുണ്ട്. ഈ കാണുന്ന പ്രേക്ഷകരൊന്ന് പറയുക കേട്ടോ. നിങ്ങൾ പറയുന്ന അഭിപ്രായമാണ് വേണ്ടത്. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റെന്ന് തന്നെ പറഞ്ഞോ. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അത് പറയണം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എത്രയോ ആൾക്കാരുകൾ ഇപ്പം തന്നെ എത്രയോ ബസ്സുകൾ നിർത്തി വെച്ചിട്ടുള്ളത്. അവർക്ക് കുടുംബങ്ങളില്ലേ? ഏത് പാർട്ടി, ഏത് ജാതി, ഏത് മതം എന്ന് നോക്കാൻ. അതുകൊണ്ട് പ്രേക്ഷകരെ ഞാനൊരു കാര്യം പറയാം. ആർക്കാണ് എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്കെന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റുമോ? എനിക്കെന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് മാത്രം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ